ഒറ്റ മിനിറ്റ്. ഇവിടെ കറണ്ട് പോയി, ഒരു മിനിറ്റ്, ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്തു. ശരി, നമുക്ക് തുടങ്ങിയാലോ? ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, ശരി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് ആർക്കെങ്കിലും ഒക്കെ അറിയാമോ? ഇതിന് പുതിയ ആൾക്കാർ ആരൊക്കെയുള്ളത്? എനിക്ക് കാണാം, എല്ലാവരുടെയും ഡീറ്റെയിൽസ് കാണാം. നിങ്ങളൊന്ന് കൈപൊക്കിയാൽ അപ്പൊ അറിയാൻ പറ്റും. പുതിയ ആൾക്കാർ, അതായത് ആദ്യമായിട്ട് PSC ക്ലാസ്സിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതാനായിട്ടിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയെന്നാണ്. ശരി, അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇന്ത്യ ചരിത്രത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അതിലെ നമുക്ക് ഇന്ത്യ ചരിത്രത്തിനെ എത്രയായിട്ട് തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. നമ്മള് മുമ്പൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മൂന്നായിട്ട് തിരിക്കാം. എന്താണ്? പ്രാചീന ഇന്ത്യയും മധ്യകാല ഇന്ത്യയും ആധുനിക ഇന്ത്യയും. അതിലെ 1857 മുതലുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരവും നമ്മൾ പഠിച്ചു. അങ്ങനെ അങ്ങനെ വന്ന് നമ്മളിപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഏതാണ്? ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. അപ്പൊ ഈ ഗാന്ധിജിയുടെ യുഗം ഏത് മുതലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാന്ധി യുഗം എന്ന് പറയുന്നത് ഏത് മുതലാണ്? 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം. അതായത് ഗാന്ധിജി ഇവിടെ വന്ന് ഇന്ത്യയിൽ തിരിച്ചു വരുന്നത് മുതലേ, അല്ലെങ്കിൽ അദ്ദേഹം നടപ്പിലാക്കിയ അല്ലെങ്കിൽ സമരങ്ങൾ മുതലേ നമ്മുടെ രാജ്യം സ്വതന്ത്രമാവുന്നത് വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിജിയുടെ അല്ലെങ്കിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത്. ഈ 9 മണിക്ക് ഉറക്കം വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ ഉറക്കം വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുവേ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുവേ. ശബ്ദം ആരും ഇരുന്ന് ഉറങ്ങിക്കളയരുത്. പലരും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇരുന്ന് ഉറങ്ങിയിട്ട് ചിലപ്പം വീഡിയോ അവിടെ നമ്മൾ ആൾക്കാരോട് ഉണ്ടെന്ന് വിചാരിക്കും. വീഡിയോ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് എവിടെ അടുക്കളയിലൊക്കെ പോയിട്ട് വന്നതായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കേൾക്കണം. ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, പേര് മാത്രമേ വിളിക്കുള്ളൂ. എല്ലാവരുടെ പേര് എനിക്കിവിടെ കാണാം. അപ്പൊ ആൾക്കാര് പറയണം ആൻസർ. ഓക്കെ, ഇവിടെ ക്ലാസ് എന്നുള്ള രീതിയിൽ ആരും ഇരിക്കരുത്. ഇതൊരു ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇരുന്നാൽ മതി. എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇത് ക്ലാസ് ആണെന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ഹിസ്റ്ററി പഠിച്ച് കിളി പോയ ആൾക്കാരാണ്. അതുകൊണ്ടല്ലേ ഹിസ്റ്ററി വായിച്ച് പഠിക്കാൻ വയ്യാതെ കിളി പറന്നുപോയി ആൾക്കാരാണ്. അപ്പൊ ഇനി വീണ്ടും അത് പഠിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ശരി, എല്ലാവർക്കും കാണാമോ? ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. അപ്പൊ നമ്മൾ ഗാന്ധിജിയുടെ ഈ 1915, അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1915 പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 1893 മുതലുള്ള കാലഘട്ടം നമ്മൾ എഴുതിക്കുക. അതിന് മുമ്പുണ്ട്. അദ്ദേഹം ജനിച്ചത് ഏത് ദിവസമാണെന്ന് അറിയാമോ? അത് അറിഞ്ഞുള്ള കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഗാന്ധിജി ജനിച്ച ദിവസം 1869. ഒക്ടോബർ 1861 മറ്റൊരു പ്രത്യേകതകളുണ്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച്. അറിയാമോ? നമ്മുടെ സെക്രട്ടേറിയറ്റ് കേട്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ്
ഉണ്ടല്ലോ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്. അതായത് 1869 പണി തീർന്നത്. നമ്മുടെ ഇപ്പൊ കാണുന്ന തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് 1869. മറ്റൊരു ചോദ്യം കൂടി വരാം. ഒക്ടോബർ 2 ജന്മദിനമായിരിക്കുന്ന നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അറിയാമോ? ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പോ അത് അറിഞ്ഞിരിക്കുക. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലാണ്, പോർബന്തറിലാണെന്നൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. അതിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കി, 1893 അദ്ദേഹം എവിടേക്ക് പോകുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ. എല്ലാവർക്കും അറിയാം ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ നിയമ വിദഗ്ധനായിരുന്നു അദ്ദേഹം, അല്ലെ? വക്കീലായിരുന്നു അദ്ദേഹത്തിന്റെ വക്കീല്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് പോയിരുന്നു. അപ്പൊ അത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1893. ഏതാ കമ്പനിക്ക് വേണ്ടി? ദാദാ അബ്ദുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷമാണ് 1893. ഉറങ്ങുന്നവരൊക്കെ തിരിച്ചൊന്ന് വന്നേ ക്ലാസ്സിലേക്ക്. വർഷം എന്ന് പറഞ്ഞ 1893. വർഷം മറന്നു പോരുത്. 1893. തൊട്ടടുത്ത വർഷം എന്ന് പറയുന്നത് എന്താ കൊടുത്തിരിക്കുന്നത്? വർഷം ഏതാ? 1894. സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, പതുക്കെ പോകത്തുള്ളൂ. 1894. അദ്ദേഹം അവിടെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് എന്ത്? നേഷണൽ ഇന്ത്യ കോൺഗ്രസ് എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ ആരംഭിച്ചു 1894. അതായത് ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണത് നേഷണൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. അത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1894. അതിന് തൊട്ട് മുമ്പിൽ ഒരു പോയിന്റ് കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടോന്നറിയില്ല. എന്താ? തീവണ്ടിയിൽ നിന്നും ഗാന്ധിജിയെ ഇറക്കി വിട്ട സ്റ്റേഷൻ. സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. തീവണ്ടിയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് വെള്ളക്കാര് അദ്ദേഹത്തെ തീവണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അറിയാലോ. അദ്ദേഹത്തെ ഇറക്കി വിട്ട സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പീറ്റർ മാരിസ് ബർഗ്. പുതിയ ആൾക്കാർ കേട്ട് പേടിച്ചു പോരുത്. പീറ്റർ മാരിസ് ബർഗ് എന്ന് പറഞ്ഞ പീറ്റർ മാരിസ് ബർഗ്. ദക്ഷിണാഫ്രിക്കയിലേക്ക് അദ്ദേഹം പോയത് ഏത് വർഷമായിരുന്നു? 1800. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് നോട്ടില്ല. എന്റെ ക്ലാസ്സിനെ സംബന്ധിച്ച് നോട്ട് നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളെല്ലാം കാണാം, എന്നെ കാണുന്നില്ലെങ്കിലും. അതായത് നിങ്ങൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആരുടെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഹിസ്റ്ററി ഒരിക്കലും നമുക്ക് വേറെ തിയറി ഒന്നും ഇല്ലടേ. ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കൺസെപ്റ്റ് വെച്ചൊക്കെ നമുക്ക് പഠിച്ചു പോകണം. അല്ലെങ്കിൽ മാത്സ് ഒക്കെ കുറച്ചെങ്കിലും ഒക്കെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പഠിച്ചു. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ കഥ പഠിക്കുന്നത് പോലെ കുറെ കാര്യങ്ങളുണ്ട്, വർഷങ്ങളുണ്ട്. അതിനെ നമുക്ക് കോഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നല്ല, കോഡ് വെച്ച് കണ്ടുപിടിക്കും. അല്ലാതെയൊക്കെ നമുക്ക് നമ്മുടെ രീതിയിൽ ക്വസ്റ്റ്യൻ വർഷങ്ങൾ വെച്ച് കണ്ടുപിടിച്ച് പോകും. ഓക്കെ, തീവണ്ടിയിൽ നിന്നും ഗാന്ധിജിയെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ബ്രിട്ടീഷുകാരെ ഇറക്കി അല്ലെങ്കിൽ വെള്ളക്കാരെ ഇറക്കി വിട്ട സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പീറ്റർ മാരിസ് ബർഗ്. എന്തെന്ന് പറയും? പീറ്റർ മാരിസ് ബർഗ്. ഒന്നുകൂടെ പറയാം. 1893 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ഏത് കമ്പനിക്ക് വേണ്ടി? ദാദാ അബ്ദുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോയി. പീറ്റർ മാരിസ് ബർഗ് എന്തായിരുന്നു? എന്താണ്? ഒരു കാര്യം കൂടി പറയാം. മുമ്പൊക്കെ നമ്മുടെ PSC പരീക്ഷയ്ക്ക് ഓപ്ഷൻ ആയിരുന്നുവെങ്കിൽ കൂടുതലെങ്കിലും ഇപ്പൊ ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ പ്രസ്താവനകളായിട്ടും സ്റ്റേറ്റ്മെന്റുകളായിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ അത് ഓർത്ത് വെക്കുക. തീവണ്ടിയിൽ നിന്നും ഗാന്ധിജിയെ വെള്ളക്കാർ ഇറക്കി വിട്ട സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീറ്റർ മാരിസ് ബർഗ്. അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞ എന്താണ്? 1894 അദ്ദേഹം അവിടെ ആരംഭിച്ച ഒരു സംഘടന അല്ലെങ്കിൽ അവിടെ ആരംഭിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് നേറ്റർ ഇന്ത്യൻ കോൺഗ്രസ്. എന്തായിരുന്നു? നേറ്റർ ഇന്ത്യൻ കോൺഗ്രസ്. ഇത് അധികം ക്വസ്റ്റ്യൻ അധികം ചോദിച്ചിട്ടില്ല, പക്ഷെ അത് അറിഞ്ഞു വെച്ചിരിക്കുക. നേറ്റർ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന പേര്. അടുത്തത് കുട്ടിക്ക് കയറാൻ പറ്റുന്നില്ല. ആണോ? ഒരു മിനിറ്റ്. ഓക്കെ ആയോ? പ്രസ്ഥാനം മാത്രമല്ലായിരുന്നു, 3 പേരുണ്ടായിരുന്നു. എല്ലാവർക്കും കാണുന്നുണ്ടോ ഇപ്പം? കാണുന്നുണ്ട് സാർ.
ഓക്കെ, അപ്പൊ നോക്കിയേ, അടുത്തത് 1899 അദ്ദേഹം ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം ആരംഭിച്ചു. ബൂവർ യുദ്ധം, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ അവിടെ ഒരു യുദ്ധം നടന്നിരുന്നു, അല്ലെങ്കിൽ വെള്ളക്കാർക്കെതിരെ അവിടെ ഒരു യുദ്ധം നടന്നിരുന്നു. ആ സമയത്ത് അദ്ദേഹം അവിടെ ആരംഭിച്ച ഒരു വിഭാഗമാണ് എന്ത്? ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം. എന്തായിരുന്നു? ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം. ഒരു കാര്യം ആലോചിക്കുക, അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്ന സമയത്തുള്ള ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയത് എപ്പോഴും മുതലാണ്? അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതിന് ശേഷമാണ്. സത്യം പറഞ്ഞത് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു ക്രോഡീകരിച്ച രീതിയിലേക്ക് ഈ സംഭവങ്ങൾ പോകുന്നത്. അത് വ്യക്തമായിട്ട് നമ്മുടെ നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? നെഹ്റു ഒക്കെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗാന്ധിജി വന്നതിന് ശേഷമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കൃത്യമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം അതിന് മുമ്പ് നടത്തിയ കാര്യങ്ങളാണിതെല്ലാം. ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം ഏത് വർഷം? 1899. 1899 ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. ബൂവർ യുദ്ധം. ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബൂവർ യുദ്ധം. ഉറങ്ങണോ എല്ലാരും ഇരുന്നത്? ഉറങ്ങണോ എല്ലാരും ഇരുന്നത്? ബൂവർ യുദ്ധം. ബൂവർ ഇന്ത്യൻ ആംബുലൻസ്. അയ്യോ, ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം ആരംഭിച്ചത് എപ്പോഴാണ്? 1899. ഓക്കെ, ശരി ശരി. ഒരു പേര് ജോയിൻ ചെയ്യാമെന്ന്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയത്. ഓക്കെ, അടുത്തത് 1901 അല്ല, 1902 INC സമ്മേളനം. അതിൽ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് വ്യത്യാസം എന്താണ്? INC സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിന് അദ്ദേഹം വന്ന് പങ്കെടുത്തു. ഇന്ത്യയില് തിരിച്ച് അദ്ദേഹം അപ്പോഴും വന്നിട്ട് എന്ത് ചെയ്തു? പങ്കെടുത്തിട്ടു. INC സമ്മേളനത്തിൽ പങ്കെടുത്തു. അദ്ദേഹം വന്ന് ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനം അത് തന്നെയായിരുന്നു. ഇന്ത്യയിൽ ഏത് INC സമ്മേളനം? കൊൽക്കത്തയിൽ വെച്ച് നടന്ന INC സമ്മേളനം 1902. 1901 അല്ല, 1902. മറന്നുപോകരുത്. അടുത്തത് ഫിനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം എവിടെ ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ആരംഭിച്ചു? ദക്ഷിണാഫ്രിക്കയിൽ. അദ്ദേഹം INC സമ്മേളനം കഴിഞ്ഞു, കൊൽക്കത്തയിലെ സമ്മേളനം കഴിഞ്ഞു, അദ്ദേഹം തിരിച്ചു വീണ്ടും എവിടേക്ക് പോയി? ദക്ഷിണാഫ്രിക്കയിൽ പോയി. അവിടെ ആരംഭിച്ച ഒരു ആശ്രമമാണെന്ത്? ഫിനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഇവിടെ ഒരു ആശ്രമം ഉണ്ട്. എന്താ പേര്? ഇന്ത്യയിലുള്ള ആശ്രമത്തിന്റെ പേര്? സബർമതി ആശ്രമം. സബർമതി ആശ്രമമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലുള്ള ഒരു ആശ്രമം. പക്ഷെ ഇതിനു മുമ്പ് അദ്ദേഹം ആശ്രമം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 1904 എവിടെ ആരംഭിച്ചതാണ്? സൗത്ത് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ആരംഭിച്ചു. ആശ്രമത്തിന്റെ പേരാണ് ഫിനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം. ഫിനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞ പോയിന്റ് എല്ലാവരും ഓർക്കുമല്ലോ? ഓർക്കുമല്ലോ? ഇത് നമുക്ക് പറയാം. പറ. 1901 സർ? അത് 2 INC സമ്മേളനം ഒരൊറ്റ മിനിറ്റ്. 1901. സോറി 1901 തന്നെയാണ്. ഒരു മിനിറ്റ്, ഒരാൾ എല്ലാവരും വിളിക്കരുത്. 1901 തന്നെ. 1901 തന്നെയാണ്. എനിക്കിവിടെ മിസ്റ്റേക്ക് വന്നതാണ്. 1901. കാരണം ഉച്ചയ്ക്ക് ടൈപ്പ് ചെയ്ത സമയത്ത് 1902 അടിച്ചിട്ട് മാറ്റി ഞാൻ അടിച്ചത്. സോറി. 1901 തന്നെയാണ് INC സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അദ്ദേഹം പോയി. 1904 അദ്ദേഹം ഫിനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു തുടങ്ങാം. 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് അദ്ദേഹം പോകുന്നത് 1893. 1893. 1894 ഏത് ആരംഭിക്കുന്നത്? നേറ്റാർ ഇന്ത്യൻ കോൺഗ്രസ് ആരംഭിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഞാൻ രണ്ടാമത് പറഞ്ഞിരുന്നു. തീവണ്ടിയിൽ നിന്നും ഗാന്ധിജിയെ ഇറക്കിവിട്ട സ്റ്റേഷന്റെ പേര് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, എഴുതി വെക്കുക. പീറ്റർ മാരിസ് ബർഗ്. പീറ്റർ മാരിസ് ബർഗ്. ഓർമ്മയുണ്ടോ? 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് അദ്ദേഹം പോയി. അദ്ദേഹത്തിന് അവിടെ അല്ലെങ്കിൽ ഇറക്കിവിട്ട സ്റ്റേഷന്റെ പേരാണ് പീറ്റർ മാരിസ് ബർഗ്. പീറ്റർ മാരിസ് ബർഗ്. അദ്ദേഹം ജനിച്ച കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2. അടുത്തത് ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം അത് ആരംഭിച്ചതെന്ന് പറഞ്ഞത്? ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം ഏതുമായിട്ട് ബന്ധപ്പെട്ടു? 1899. ഈ പറയുമ്പോ തന്നെ പറഞ്ഞു പോണേ. 1899 അദ്ദേഹം ആരംഭിച്ച ഒരു എന്താ പറയുന്നത്? ഒരു മിനിറ്റ്. വിഭാഗം ഏതായിരുന്നു?
ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം ഏതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയും? ബൂവർ യുദ്ധം. എവിടെ ആരംഭിച്ചു? അവിടെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ചു. ഇനി അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നത് എന്തിനായിരുന്നു? INC സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. എവിടെ വെച്ച് നടന്ന INC സമ്മേളനം 1901 തന്നെയാണ്. നേരത്തെ ഞാൻ 1902 എന്നാണ് പറഞ്ഞത്. 1901 കൊൽക്കത്ത സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു, തിരിച്ചുപോയി. കൊൽക്കത്ത സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം തിരിച്ചുപോയി 1901. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ആശ്രമം സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ചു. അത് തന്നെയാണ് അദ്ദേഹം ആരംഭിക്കുന്ന ആദ്യത്തെ ആശ്രമം. ഏത് തന്നെയാണ്? ഫീനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം. 1-2 പരീക്ഷയ്ക്ക് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഫീനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ആരംഭിച്ചു. വർഷം എന്ന് പറഞ്ഞേ 1904. ഇനി അദ്ദേഹത്തിന്റെ ആദ്യ സത്യാഗ്രഹം ഏതെന്ന് ചോദിക്കും. നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ഇന്ത്യയിലുള്ള സത്യാഗ്രഹം, നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം പഠിച്ചിട്ടുള്ളതാണ് കുഞ്ഞു ക്ലാസ്സുകളിൽ. ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയാം? ചമ്പാരൻ സത്യാഗ്രഹം. പക്ഷെ അദ്ദേഹത്തിന്റെ സൗത്ത് ആഫ്രിക്കയിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യത്തെ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്വാളിൽ വെച്ച് നടന്ന ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു. ട്രാൻസ്വാളിൽ വെച്ച് നടന്ന ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്വാളിലായിരുന്നു. എന്തിനെതിരെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ. അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യ സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് കൺഫ്യൂസിങ് ആവുന്നതാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ എന്തെന്ന് ഉത്തരം പറയും? ട്രാൻസ്വാളിൽ വെച്ച് നടന്ന സത്യാഗ്രഹം. എവിടെ വെച്ചായിരുന്നു? എന്തിനെതിരെ? ഏഷ്യാറ്റിക് ഓർഡിനൻസ്. ആർക്കെങ്കിലും അറിയാമോ എന്താണെന്ന് ഏഷ്യാറ്റിക് ഓർഡിനൻസ്? അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. ഏഷ്യാറ്റിക് ഓർഡിനൻസ് എന്തായിരുന്നു എന്നുള്ളത്? അവിടെ നടപ്പിലാക്കിയ ഒരു ഓർഡിനൻസ് ആയിരുന്നു, ഒരു നിയമമായിരുന്നു. എന്തായിരുന്നു ഏഷ്യാറ്റിക് ഓർഡിനൻസ്? അറിയാമോ? അറിഞ്ഞൂടെ? പറ. അറിയില്ല സാർ. ഏഷ്യാറ്റിക് ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഏഷ്യക്കാരായ ആൾക്കാർ അവിടെ പ്രത്യേകമായിട്ട് ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ രജിസ്ട്രേഷൻ, അവരുടെ ഫിംഗർ പ്രിന്റോ കാര്യങ്ങളോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ. അപ്പം അങ്ങനെ ഏഷ്യൻ കോണ്ടിനെന്റിൽ നിന്ന് പോയവരെ മാത്രം മാറ്റി നിർത്തിയപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? അതിലിടപെട്ടു. അദ്ദേഹം അതിനുവേണ്ടി നടത്തിയ സത്യാഗ്രഹമാണ് എന്ത്? ട്രാൻസ്വാളിൽ വെച്ച് നടന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്വാളിലെ സത്യാഗ്രഹം. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാ? ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹവും ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഓപ്ഷനിൽ ഈ 2 സാധനവും തന്നിരിക്കും. നമ്മളെ കൊണ്ട് എങ്ങനെ മാർക്ക് കുറപ്പിക്കാമെന്നാണ് ആര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? PSC എവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുക? അത് ആലോചിച്ചിട്ടാണ് നമ്മൾ പരീക്ഷിക്കുക. ട്രാൻസ്വാളിൽ വെച്ച് നടന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹവും ഇന്ത്യയിൽ വെച്ച് നടന്നത് ഏത് സത്യാഗ്രഹമാണ്? ചമ്പാരൻ സത്യാഗ്രഹവും. ട്രാൻസ്വാളിൽ വെച്ച് നടന്ന സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു? ഏഷ്യാറ്റിക് ഓർഡിനൻസ്. പുതിയ ആൾക്കാർ, ആദ്യത്തെ ക്ലാസ്സിക്കാരെ ആൾക്കാർ ഇട്ടിട്ട് ഓടിക്കളയരുത്, കേട്ട് പഠിച്ചു പോവുക. വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകാവുന്നതാണ്. നമുക്ക് അറിയാം 1857 1-ാം സ്വാതന്ത്ര്യ സമരം നമുക്കറിയാം അല്ലെ? ശിപ്പായി ലഹള മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ പലതരത്തിലുള്ള കലാപങ്ങളുണ്ടായി. ചെറുതും വലുതുമായ കലാപങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. പക്ഷെ ഗാന്ധിജി നമ്മുടെ രാജ്യത്ത് വന്നതിന് ശേഷമാണ് ആ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായതെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് സത്യവും. പക്ഷെ അതിന് അദ്ദേഹം വരുന്നതിന് മുമ്പുണ്ടായ കുറെ കാര്യങ്ങൾ, അദ്ദേഹം ഓൾറെഡി അവിടെ സൗത്ത് ആഫ്രിക്ക ഇരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ട്രാൻസ്വാളിൽ വെച്ച് ഏതിനെതിരെ? ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ. ഇനി ഫിനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം എപ്പോഴാണ് ആരംഭിച്ചത്? 1904 ഫിനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം. ഗാന്ധിജി ആദ്യമായി സ്ഥാപിച്ച ആശ്രമം ഏത് തന്നെയാണ്? ഫിനിക്സ് സെറ്റിൽമെന്റ് ആശ്രമമാണ്. ഇന്ത്യയിലാണോ? ദക്ഷിണാഫ്രിക്ക. INC സമ്മേളനം അദ്ദേഹം ഇന്ത്യയിൽ അതിനിടയ്ക്ക് വന്നിട്ട് പോയി. എന്തിനായിരുന്നു വന്നിട്ട് പോയത്? INC സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. എവിടെ വെച്ചിരുന്നാണ്? കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട്. അടുത്തത് ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ആംബുലൻസ് ഇങ്ങനെ ചോദിക്കാം. ഗാന്ധിജി 1899 ആരംഭിച്ച ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം
ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് എഴുതാം? ബൂവർ യുദ്ധം. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ബൂവർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയാം. 1899 1894 അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് നേറ്റാർ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1893 അദ്ദേഹം എവിടേക്ക് പോകുന്നത്? പറ. ആർക്ക് വേണ്ടി? ഏത് കമ്പനിക്ക് വേണ്ടി? ഏത് കമ്പനിക്ക് വേണ്ടി? ദാദാ അബ്ദുള്ള കമ്പനി. ഇതിൽ കുറെ ബോയ്സ് കയറിയില്ലേ? ആർക്കും അനക്കമില്ല, വായുണ്ട എല്ലാത്തിനും. ഇവിടെ ആണുങ്ങളെ തന്നെ അടങ്ങണേ, സംസാരിക്കില്ല ആരും. പകുതി പേര് മാത്രമേ സംസാരിക്കാം. ഗേൾസ് പോലെ തന്നെ കുറച്ചു പേര് മാത്രമേ സംസാരിക്കുള്ളൂ. പിള്ളേരെ പുതിയ കുട്ടികൾ, പുതിയ മക്കളുണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ ക്ലാസ്സിൽ. കുറച്ചുപേര് പുതിയ ആദ്യത്തെ ക്ലാസ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളെല്ലാവരും, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എക്സാം എഴുതാതിരിക്കുന്ന ആൾക്കാരാണ്. അവിടെ പുതിയതെന്നോ പഴയതെന്നോ അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ടിരിക്കുന്നതെന്നൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും സംസാരിക്കുക, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആദ്യമേ, ക്ലാസ് അല്ല, ഇന്ററാക്ഷൻ ആണ്. അല്ലെ? ഇപ്പൊ നമുക്ക് തന്നെ പറഞ്ഞു 1901 നമ്മള് കുറെ കാലം കൊണ്ട് 1901 INC സമ്മേളനം കൊൽക്കത്ത പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനായി. നിങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് അത് എന്ത് ചെയ്തത് ഓക്കെ ആയത്. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? ഒരു തരത്തിൽ റെസ്പോണ്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? അവർ ക്ലാസ് അല്ല, ഞാൻ വിചാരിക്കും എല്ലാം മനസ്സിലായി, അടിപൊളി, കൊള്ളാം, ഞാൻ വലിയ പുലിയാണെന്ന് പറഞ്ഞ് അയച്ചു പോകും. നാളെ രാവിലെ സാറ് പറയുമ്പോൾ എനിക്ക് അറിയണം, സാറേ ആ സാധനം ഒന്നും പിള്ളേർക്ക് മനസ്സിലായില്ല. വല്ല കാര്യമുണ്ടാ? ഈ 1 മണിക്കൂർ ഞാൻ പാടുപെട്ടിട്ട് വല്ല കാര്യമുണ്ടാ? എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് സിനിമയ്ക്ക് പോയി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? സ്പീഡിൽ പഠിപ്പിക്കണം. ആ സ്പീഡിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ വർഷവും പഠിപ്പിച്ചല്ലേ പോകാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ പറയാതെ ഞാൻ എങ്ങനെ അടുത്ത ക്ലാസ്സിലോട്ട് അല്ലെങ്കിൽ അടുത്ത പോർഷനിലോട്ട് പോകാൻ പറ്റും? ഉറക്കെ പറയണേ എല്ലാവരും. പറയൂ എല്ലാവരും. കൈയൊക്കെ ഒന്ന് പൊക്കടേ. കൈ പൊക്കിയാലും മതി. കൈ അവിടെ നിന്ന് പൊക്കി കാണാൻ പറ്റൂല. ആ ഹാൻഡ് ഒന്ന് റേസ് ചെയ്താൽ മതി. ശരി, അപ്പൊ അത് നോക്കടാ. 1893 എന്ത് സംഭവിച്ചു? അതങ്ങ് മാറ്റി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ഇനി അതില്ലേ, ഇനി ആ വർഷമൊന്നും കാണാൻ പറ്റൂലേ, മാറ്റിയേ ഞാൻ. 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ഏത് കമ്പനിക്ക് വേണ്ടിയിട്ട്? ദാദാ അബ്ദുള്ള. ദക്ഷിണാഫ്രിക്കയിലേക്ക് അദ്ദേഹം പോയത് ദാദാ അബ്ദുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട്. അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ട സ്റ്റേഷന്റെ പേര് ചോദിച്ചാൽ എന്ത് പറയും? പീറ്റർ മാരിസ് ബർഗ്. അടുത്ത 1894 അദ്ദേഹം ആരംഭിച്ചത് എന്തായിരുന്നു എന്നാ പറഞ്ഞത്? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. അടുത്ത 1899 എന്താണ് സംഭവിച്ചത്? ഇന്ത്യൻ ആംബുലൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടടാ? ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടടാ? ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പറയാനുള്ളത്, ഈ 9 മണിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിറച്ച ആൾക്കാരൊക്കെ കാണും മിക്കവാറും. അവരറിയണം മക്കൾ പഠിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഭാര്യമാര് പഠിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഭർത്താക്കന്മാര് പഠിക്കുന്ന കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ സൗണ്ട് ഒക്കെ അവിടെ നല്ല ചുമ്മനെ നിന്നാലേ പറ്റുള്ളൂ. ഉറക്കെ പറയണേ. 1899 ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം. കാരണം ഞാൻ എന്റെ സൗണ്ട് കണ്ട ഈ ഹെഡ്സെറ്റും വെച്ചിട്ടാണ് ഞാൻ ഈ കിടന്ന് വിളിക്കുന്നത്. എനിക്ക് അപ്പുറത്ത് എന്റെ ഉറയും കിടക്കുന്ന എന്റെ കൊച്ചു വരെ എണീറ്റിരുന്ന് കരയാൻ തുടങ്ങി. നോക്കൂ, 1899 ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്? ഉറക്കെ പറ. ബൂവർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ആരംഭിച്ച ഒരു വിഭാഗമാണ്. അടുത്തത് 1901 എന്തിനാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്? എവിടെ വെച്ച് നടന്ന സമ്മേളനം? INC എന്താണ്? പുതിയ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിട്ട് എന്താണ് INC എന്ന് അറിയാമോ? ആദ്യത്തെ ക്ലാസ്സിൽ PSC ആദ്യം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച വർഷം അറിയാലോ? 1885. 1885 നമ്മൾ INC പഠിക്കണം. 1885 മുതൽ ഇങ്ങോട്ട് ഓരോ വർഷവും എവിടെ വെച്ച് നടന്നു, അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളത് പഠിക്കും. ചില INC സമ്മേളനങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള സമ്മേളനങ്ങളുണ്ട്, അതെല്ലാം പഠിച്ചു പോകും. ഇപ്പൊ ജസ്റ്റ് ഇത് ഓർത്തിരിക്കുക. 1901 INC സമ്മേളനം എവിടെ വെച്ച് നടന്ന INC സമ്മേളനം? കൽക്കട്ടയിൽ വെച്ച് സമ്മേളനത്തിൽ ആര് വന്ന് പങ്കെടുത്തു? ഇന്ന് കൊൽക്കത്ത, അന്ന് അതിന്റെ പേരെന്തായിരുന്നു? കൽക്കട്ട. ശരി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ആരംഭിച്ച ആശ്രമത്തിന്റെ പേരെന്താണ്? ആശ്രമം. സെറ്റിൽമെന്റ് ആശ്രമം. ഗോപിക അല്ല, സോറി, അഖില വന്നു. അഖില ഇപ്പൊ വന്നായിരുന്നു.
അഖിലല്ലേ ഇപ്പൊ വന്ന് ജോയിൻ ചെയ്തത്? ശരി, ഓക്കെ. അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നടാ പറഞ്ഞേ? എവിടെ വെച്ച് നടന്നതാണ്? ട്രാൻസ്വാളിൽ വെച്ച് നടന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹം വർഷം 1906 ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം. വേണം എഴുതിയെടുക്കുക, അതിനാണ് ഞാൻ തിരിച്ചെടുത്തത്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ട്രാൻസ്വാളിൽ വെച്ച് നടന്നു. എന്തിനെതിരായിട്ടാണ്? ഏഷ്യാറ്റിക് ഏഷ്യാറ്റിക് ഓർഡിനൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഏഷ്യാറ്റിക് ഓർഡിനൻസ് എന്താണെന്നുള്ളത്, ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ അദ്ദേഹം നടത്തിയ സത്യാഗ്രഹമായിരുന്നു എന്താ? ട്രാൻസ്വാളിൽ വെച്ച് നടന്ന സത്യാഗ്രഹം. ഇനി 1900, അപ്പൊ ഇതുവരെയുള്ളത് എല്ലാവർക്കും മനസ്സിലായോ? ആയോ ഇല്ലയോ? കൈ കാണുന്നു. നെക്സ്റ്റ് പോയിന്റ്, വർഷവും ഇതൊക്കെ ഓർത്തിരിക്കണേ. 1908 അദ്ദേഹത്തിനെ എന്ത് ചെയ്തു? തടവിലാക്കി. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? തടവിലാക്കിയ സമയത്ത് അദ്ദേഹം ഒരു പത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ച്? അവിടെ വെച്ച്. എന്തായിരുന്നു ആ പത്രത്തിന്റെ പേര്? പറഞ്ഞേ. അതിന്റെ ആശയമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു ആ പത്രത്തിന്റെ ആശയം? സ്വയം പര്യാപ്തമായ ഈ പോയിന്റ് വെച്ചിട്ട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. സ്വയം പര്യാപ്തമായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ആരംഭിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു സ്വരാജ് പത്രം ഏത് സമയത്താണ്? 1908 എവിടെ കിടക്കുമ്പോ? ജോഹന്നാസ്ബർഗിലെ ജയിലിലായിരിക്കും. അദ്ദേഹത്തിന് തടവിലാക്കിയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തതായിരുന്നു. ഓക്കെ. അപ്പൊ 1908 കഴിഞ്ഞു. അടുത്തത് 1910 എന്താ ആരംഭിച്ചത്? ടോൾസ്റ്റോയ് ഫാം. എന്താ ടോൾസ്റ്റോയ് ഫാം? കേട്ടിട്ടുണ്ടോ അവിടെ? ടോൾസ്റ്റോയ് ഫാം, ടോൾസ്റ്റോയ് എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോയി എല്ലാവർക്കും ഞാൻ ചോദിച്ചത് ടോൾസ്റ്റോയ് ഫാം എന്താണെന്നാ ചോദിച്ചു. അറിയാമോ? അറിയില്ല. ടോൾസ്റ്റോയ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഒരുപാട് പേർക്ക് ഈ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പേർക്ക്, നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഏഷ്യൻ കോണ്ടിനെന്റിൽ താമസിക്കുന്ന ഒരുപാട് പേർക്ക് ആരുടെയോ സ്പീക്കർ ഓണാണ്, നോക്കിയോ? മൈക്ക് ഓണാണ്. മൈക്ക് ഓഫ് ചെയ്യോ? മ്യൂട്ടാക്കി ഇടുക. പറയുമ്പോൾ മാത്രം മ്യൂട്ട് മാറ്റുക. ശരി, അല്ലെങ്കിൽ എനിക്കിത് തിരിച്ചു കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ട് അപ്പൊ അത് അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ടോൾസ്റ്റോയ് ഫോം എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ആരംഭിച്ചു. ടോൾസ്റ്റോയ് ഫോം ചെയ്തിട്ട് ഒരുപാട് പേരെ, കുറെ അധ്യാപകരെയൊക്കെ വെച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും നിങ്ങൾക്ക് പരീക്ഷിക്കാതെ എന്താണെന്നൊന്നും ചോദിക്കില്ല. അദ്ദേഹം ആരംഭിച്ചത് ടോൾസ്റ്റോയ് ഫോം ഏത് വർഷം? 1910. അദ്ദേഹം ആ ടോൾസ്റ്റോയ് ഫോമുമായി ബന്ധപ്പെട്ട്, അതായത് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരാറാവുന്ന സമയത്ത് തന്നെ ടോൾസ്റ്റോയ് ഫാം ആരംഭിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയതും കുറെ ആൾക്കാരെയൊക്കെ എടുത്തു. അതിനകത്ത് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിത്തം അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് സഹായം കൊടുക്കാൻ പറ്റുന്ന കുറെ പേരെ അതിനകത്ത് കൊണ്ടുവന്ന് ഇത് മുൻനിർത്തി, അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുത്തുകൊണ്ട് വന്ന ഒരു സംഭവമാണ് ഈ ടോൾസ്റ്റോയ് ഫോം എന്ന് പറയുന്നത്. അദ്ദേഹം തുടങ്ങി വെച്ചൊരു പ്രദേശത്ത് കുറച്ച് കുട്ടികളെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ താമസിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട് ബോർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ കാരണം അതിലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടവർക്ക് വേണ്ടി തുടങ്ങിയതാണ്. 1910 ആരംഭിച്ചു. 1910 ആരംഭിച്ചു. 1893 എന്ത് സംഭവിച്ചു? പെട്ടെന്ന് പറ. 1893 എന്ത് സംഭവിച്ചേ? 1901 എന്താ സംഭവിച്ചത്? 1901 എന്താ അദ്ദേഹം എവിടേക്ക് വന്നു? ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം എവിടേക്ക് വന്നു? ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം എവിടേക്ക് വന്നു? ഇന്ത്യയിലേക്ക് വന്നു. 9:55 ക്ലാസ് നടത്തും. ബാക്കി അവസാനത്തെ 5 മിനിറ്റ് ഞാൻ ഓരോരുത്തരുടെ ചോദ്യം ചോദിക്കും. പറയണേ. ശരി, ട്രാൻസ്വാളിൽ വെച്ച് നടന്ന ആഗ്രഹം ഏത് വർഷമായിരുന്നു? 1906. 1906 ട്രാൻസ്വാൾ 1906 1906 ട്രാൻസ്വാൾ സമ്മേളനം നടന്നത്. എന്തിന് അഗൻസ്റ്റ് ആയിട്ടായിരുന്നു, അല്ലെങ്കിൽ എന്തിനെതിരായിട്ടായിരുന്നു? ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരായി ട്രാൻസ്വാളിൽ അദ്ദേഹം ആരംഭിച്ച സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു?
1906. മനസ്സിലായോ? ശരി. അപ്പൊ നമ്മൾ ടോൾസ്റ്റോയ് ഫാം വരെ പറഞ്ഞു. ഇനി മുതലുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധി യുഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു യുഗം ആരംഭിക്കുകയാണ്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ സേവനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം എവിടേക്ക് വരികയാണ്? സ്വന്തം രാജ്യമായ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. വർഷം ഓർത്തു വെക്കുക, വളരെ നിർബന്ധമുള്ള കാര്യമാണ്. വർഷവും ഓർത്തു വെക്കണം, ദിവസവും ഓർത്തു വെക്കണം. 1915 ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും അതിനകത്ത് പറഞ്ഞ കൂടുതലില്ല. 1915 ജനുവരി 9. ഈ ജനുവരി 9 മസ്റ്റായിട്ട് ഓർത്തു വെക്കുക. ജനുവരി 9 അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്. ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രവാസി ഭാരതീയ ദിവസ്. പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജനുവരി 9. പ്രവാസി ഭാരതീയ ദിവസ് ഇന്ത്യ ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണെന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷ. ഏത് വർഷം മുതലാ? 2003 മുതലാണ്. 2003 മുതലാണ് പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയുന്ന ഒരു ദിവസം ഇന്ത്യ ആചരിക്കാൻ തുടങ്ങിയത്. ഏത് ദിവസം? ജനുവരി 9. ഓർത്തു വെക്കുക, ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ദിവസം. വർഷം ഒന്ന് പറഞ്ഞേ. 1915 ജനുവരി 9. 1915 ജനുവരി 9. ഉത്തരം വർഷം കിട്ടി, മാസം കിട്ടി. ആ ജനുവരി 9 മറ്റൊരു പ്രത്യേകത കൂട്ടി. ആ ദിവസം എന്താണ്? പ്രവാസി ഭാരതീയ ദിവസ്. ഏത് വർഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത്? 1915 ജനുവരി 9 അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. ആ ദിവസം ഏതാണ്? പ്രവാസി ഭാരതീയ ദിവസ്. ഓക്കെ ആണല്ലോ? അദ്ദേഹം ഇന്ത്യയിൽ ഒരു ആശ്രമം ആരംഭിച്ചു. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ഒരു ആശ്രമം ആരംഭിച്ചു. ഏത് ആശ്രമമായിരുന്നു? ഏത് സ്ഥലത്തായിരുന്നു? ഫീനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം. ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചത് ഫീനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം 1904. ഫീനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം. എന്നാൽ ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1915 നിങ്ങൾക്ക് ആ സ്ഥലം കൃത്യമായിട്ട് ചിലപ്പോൾ ചോദിക്കില്ല. അഹമ്മദാബാദിലാണ് അദ്ദേഹം ആശ്രമം ആരംഭിച്ചത്. പിന്നീട് 1917 ആ ആശ്രമത്തെ എവിടേക്ക് മാറ്റിയത്? സബർമതിയിലേക്ക് മാറ്റി. നമ്മൾ പഠിച്ചിട്ടുള്ള സബർമതി ആശ്രമം ആരംഭിക്കുന്നത് 1915 അത് പിന്നീട് 1917 എവിടേക്ക് മാറ്റുന്നത്? സബർമതിയിലേക്ക് മാറ്റുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കും, സബർമതി ആശ്രമം ആരംഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെഴുതാം? 1917 ഓപ്ഷനിലുള്ളൂ. അത് എഴുതാം, ധൈര്യമായിട്ട് എഴുതാം. എന്നാൽ നമുക്ക് 15 ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി ആശ്രമം ആരംഭിച്ച ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിൽ 1915 മാത്രമേ ഉള്ളൂങ്കിൽ അത് എഴുതുക. 1915 ആരംഭിച്ചു. 1917 അത് എവിടേക്ക് മാറ്റി? സബർമതിയിലേക്ക് മാറ്റി. പിന്നീടാണ് സബർമതി ആശ്രമം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ 1915 അഹമ്മദാബാദിൽ അദ്ദേഹം ഒരു ആശ്രമം ആരംഭിച്ചു. അതാണ് ഇന്ത്യയിൽ അദ്ദേഹം ആരംഭിക്കുന്ന ആശ്രമം. അത് 1917 സബർമതിയിലേക്ക് മാറ്റി. ആരംഭിച്ചതപ്പോൾ സബർമതിയിലോട്ട് മാറ്റിയതപ്പോൾ 2 വർഷം ഓർത്തിരിക്കുക. 1915 നടന്ന പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ. 1915 നടന്ന 2 സംഭവങ്ങൾ, പ്രധാനപ്പെട്ട 2-3 സംഭവങ്ങൾ പറഞ്ഞ. ഒന്നെന്താണ്? അദ്ദേഹം ഇന്ത്യയിലേക്ക് പ്രവാസി ഭാരതീയ ദിവസം ആചരിക്കുന്നു. ഏത് വർഷം മുതൽ? അത് ഓർത്തോളെ. 2003. മറന്നു പോകരുത്. കറക്റ്റായിട്ട് 20 വർഷമായി പ്രവാസി ഭാരതീയ ദിവസം എന്നുള്ള ദിവസം ഇന്ത്യ ആചരിക്കാൻ തുടങ്ങിയത്. ജനുവരി 9 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ദിവസം വെച്ചാണ് അങ്ങനെ ഒരു ദിവസം പറഞ്ഞിരിക്കുന്നത്. 1915 രണ്ടാമത്തെ പ്രത്യേകത, അദ്ദേഹം ഒരു ആശ്രമം ആരംഭിച്ചു. എവിടെ? അഹമ്മദാബാദിലെ. അത് എവിടേക്ക് മാറ്റി? അടുത്ത ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? കൈസർ ഹിന്ദ് ആണ്. കൈസർ ഹിന്ദ് എന്ന് പറയുന്ന ഒരു പദവി അദ്ദേഹത്തിന് കിട്ടി. അത് ഏത് വർഷമാണ്?
1915 തന്നെയാണ്. അത് ആര് കൊടുത്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ കൊടുത്തതാണ്. ഇന്ത്യയിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലേ? അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ബൂവർ യുദ്ധം നടന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ബൂവർ യുദ്ധം നടന്ന സമയത്ത് അദ്ദേഹം ഒരു സംഭവം തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ അവിടെ പറയാതെ ഇവിടെ പറയാൻ വേണ്ടി അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് അവിടെയുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിക്കേറ്റ വെള്ളക്കാരെ സഹായിക്കുന്നതിനായിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അത് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പദവി കൊടുക്കുന്നത്. എന്താ പദവി? കൈസർ ഇ ഹിന്ദ്. പിന്നീട് ഒരു കാര്യം അദ്ദേഹം അവസാനം ഈ ഒരു പദവി എടുത്ത് കളയാതെ നമുക്ക് പഠിക്കാനുണ്ട്. കൈസർ ഹിന്ദ് എന്ന് പറയുന്ന പദവി അദ്ദേഹത്തിന് കിട്ടിയത് 1915 1915 ആരാ കൊടുത്തത്? ബ്രിട്ടീഷുകാർ കൊടുത്തത് കൊണ്ടാണ് വേറൊരു സംഭവം ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ ചെയ്തപ്പോഴത്തേക്ക് എടുത്ത് അദ്ദേഹം കളയുന്നത്. അത് നമുക്ക് പഠിക്കുമ്പോൾ പറയാം. ഇപ്പൊ ആദ്യമേ അതിൽ കയറി പോകണം. ഇപ്പൊ കൈസർ ഹിന്ദ് കിട്ടിയത് ഏത് വർഷമാണ്? 1915. അപ്പൊ 1915 നടന്ന രണ്ട് സംഭവങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ. ഇത് വളരെ പതുക്കെ പോകുന്നു, കാരണം ഗാന്ധി യുഗം പഠിച്ചു പോകണം. ഇന്ത്യയിൽ അദ്ദേഹം വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ വളരെ 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 ഫസ്റ്റാണ്. നന്നായിട്ട് തന്നെ പഠിച്ചു പോകണം. ദിവസം പറഞ്ഞ ജനുവരി 9. ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു? പ്രവാസി ഭാരതീയ ദിവസ്. ജനുവരി 9. അടുത്തത് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ആശ്രമം അഹമ്മദാബാദ് പ്രസിഡന്റ് ആരംഭിച്ചു. അത് പിന്നീട് എവിടേക്ക് മാറ്റി? ഏത് വർഷം? 1917. പദവി ഏതാണ്? അദ്ദേഹത്തിന് കിട്ടിയ പദവി ഏതാണ്? കൈസർ ഹിന്ദ് പദവി. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായ? ഇത്രയും മനസ്സിലായ? 1899 ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ബോർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 1901. കൊൽക്കത്ത. ഫിനിക്സ് ആശ്രമം ഏത് വർഷം? 1904. ഫിനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം. അദ്ദേഹം നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാ? ഏത് വർഷം? അടുത്തത് 1916 അദ്ദേഹം INC സമ്മേളനം, ആദ്യം അദ്ദേഹം പങ്കെടുത്ത സമ്മേളനം ഏത് വർഷമായിരുന്നു? ഒരാളുടെ മൈക്ക് ഓണായിരിക്കുന്നുണ്ടേ, നോക്കി. 1916 INC സമ്മേളനം, ലക്നൗ സമ്മേളനം. ഈ സമ്മേളനത്തിന് ഒരുപാട് 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 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ANC ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, മറന്നു പോരുത്. ഒന്നാമത്തെ പ്രത്യേകത, INC 1885 തുടങ്ങിയ കാലഘട്ടം, അല്ലെങ്കിൽ അത് തുടങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞപ്പം മിതവാദികളുടെയും തീവ്രവാദികളുടെയും ഒരു കേന്ദ്രമായിരുന്നു ഇപ്പൊ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മിതവാദികൾ ഒരു സെക്ഷൻ, തീവ്രവാദികൾ, അങ്ങനെ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പങ്കെടുത്ത ഒരു സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. മറക്കൂലല്ലോ അല്ലേ? മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് പങ്കെടുത്ത സമ്മേളനം INC ഈ ലക്നൗ സമ്മേളനമാണ്. മുസ്ലിം ലീഗ് രൂപീകൃതമായതിനു ശേഷം മുസ്ലിം ലീഗും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ആദ്യമായി പങ്കെടുത്ത സമ്മേളനം ലക്നൗ സമ്മേളനമാണ്. ഗാന്ധിജി രണ്ടാമത്, അതായത് 1901 ശേഷം രണ്ടാമത് പങ്കെടുത്ത സമ്മേളനം ലക്നൗ സമ്മേളനമാണ്. മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനവും ഏത് തന്നെയാണ്? ഈ പറയുന്ന ലക്നൗ സമ്മേളനം. മറന്നു പോകരുത്. 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. മനസ്സിലായോ? വർഷം മറന്നു പോവോ? ഇങ്ങനെ ആലോചിച്ചു. 1915 ഇവിടെ വന്നിട്ട് അദ്ദേഹം ആശ്രമമൊക്കെ ആരംഭിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നെഹ്റു പോയി വിളിച്ചുകൊണ്ട് വന്ന, അണ്ണാ നമുക്ക് പോവാന്നും പറഞ്ഞ് എന്ത് ചെയ്തു? വിളിച്ചുകൊണ്ട് എവിടെ കൊണ്ടിരുത്തുന്നു? INC സമ്മേളനത്തിൽ കൊണ്ട്. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. 1915 ഗാന്ധിജി വന്നിട്ട് എന്ത് ചെയ്യണം, ഇനി അവിടെ ചെയ്തതുപോലെ വല്ല ചെയ്താലോ എന്ന് പറഞ്ഞ് ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോഴേ നമ്മൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് കുഴി കൂടി ചാടിക്കുന്നത്. ചുമ്മാ വീട്ടിൽ ഇരുന്ന് വീട്ടിലെ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരിക്കുമ്പോഴത്തേക്കും കൂട്ടുകാർ PSC ക്ലാസ്സിന് പോകുന്നത്.
ഇടീ നീയും കൂടെ വാടി, ഓ വിളിച്ചോണ്ട് പോകും, നേരെ കൊണ്ടുവന്ന് ആക്കി കൊടുക്കും. ഇതല്ലേ അവസ്ഥ. എന്നിട്ട് എന്ത് ചെയ്യും? നാട്ടുകാർ ആരെങ്കിലും ചോദിക്കും, 10-30 വയസ്സായവരുണ്ട്, 25 വയസ്സായവരുണ്ട്, 20 വയസ്സായവരുണ്ട്, എന്തിന് പോണേ, ഇപ്പൊ ജോലിക്കല്ല പോണ, ഇല്ല PSC പഠിക്കാൻ പോണ, അവരൊട്ടനെ പറയുന്ന കാര്യം നിനക്ക് വേറെ ജോലി ഇല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? കുറെ പേർക്ക് അങ്ങനെ ഉണ്ടാവും, കുറെ പേർക്ക് അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ അടുത്ത് പിന്നെ പോകരുതേ. അഡ്വൈസ് കിട്ടിയതിനു ശേഷം അവരുടെ അടുത്ത് പോയാൽ സത്യവും. അങ്ങനെയുള്ളവർക്ക് പിന്നെ അടുപ്പിക്കരുത്. അവർ അടുപ്പിക്കലെന്ന് ഈ കാര്യം പിന്നെ പറയാൻ പോകരുത്. ഞാൻ PSC ആണ്, ഞാൻ PSC പുലിയാണെന്നൊന്നും പറയാൻ പോകരുത്. നമുക്ക് അഡ്വൈസ് നമ്മൾ കിട്ടുമ്പോൾ അവരെ മുമ്പിൽ ഇങ്ങനെ ചെന്ന് നിന്നിട്ട് 2-3 ഷോ ആയി കാണിച്ചിട്ട് വരിക, അത് മാത്രമേ ഉള്ളൂ വരി. അതുപോലെ തന്നെയാണ് ക്ലാസ്സിൽ ആൻസർ പറയാനായിട്ട് എല്ലാവരും ആൻസർ പറയുക. അടുത്തിരിക്കുന്നവർ ഞാൻ പറഞ്ഞ ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ മറ്റേ കുട്ടി എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കരുത്. അവൻ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് മാർക്ക് വാങ്ങണം. വീണ്ടും ഞാൻ പറയുന്നു, ഷോർട്ട് ലിസ്റ്റ് കയറാൻ വേണ്ടി ആരും പഠിക്കരുത്. ഷോർട്ട് ലിസ്റ്റ് കയറാൻ എല്ലാവർക്കും പറ്റും, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് അത്യാവശ്യം ഒന്ന് പഠിച്ചു കയറി കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് കയറാം, റാങ്ക് ലിസ്റ്റിലും കയറാം. ഏറ്റവും ടോപ്പിൽ എത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുക. റാങ്ക് ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ കാര്യമില്ല, അതിന്റെ സന്തോഷം 3 വർഷം കഴിയുമ്പോൾ ചെയ്യും. അറിയാമല്ലോ എന്താ കാരണം? സമയം കഴിയുമ്പോഴത്തേക്ക് ലിസ്റ്റ് എടുത്ത് കളയും. അതുകൊണ്ട് അതിന് വേണ്ടി ഇരിക്കുന്നത് നമുക്ക് വേണമെന്ന്. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്ന് ഒരു പണിയില്ലാതെ ആശ്രമം കെട്ടിവെച്ചുകൊണ്ട് അവിടെ ഇരുന്നപ്പോഴാണ് നെഹ്റു പോയിട്ട് അണ്ണൻ ചുമ്മാ ഇരിക്കുകയാണ്, നിങ്ങൾ വരിയെന്നും പറഞ്ഞ് എന്ത് ചെയ്തു? വിളിച്ചുകൊണ്ട് എന്ത് ചെയ്തത്? സമ്മേളനം. കൂടി അങ്ങനെ ആലോചിച്ചാൽ മതി. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം ഏതാണ്? ലക്നൗ സമ്മേളനം. ഏത് വർഷം? 1915 ഇന്ത്യയിലേക്ക് വന്നു, 16 എവിടെ വന്നു? സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗാന്ധിജി വന്നു, സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത്രയേ മനസ്സിലായല്ലോ. അപ്പൊ ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയ ആദ്യത്തെ സമ്മേളനവും ലക്നൗ സമ്മേളനമാണ്. മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് പങ്കെടുത്ത സമ്മേളനം എന്ന പ്രത്യേകതയും ഈ ലക്നൗ സമ്മേളനത്തിനുണ്ട്. മുസ്ലിം ലീഗ് രൂപീകൃതമായതിനു ശേഷം മുസ്ലിം ലീഗ് പങ്കെടുത്ത ഒരു സമ്മേളനവും ഈ സമ്മേളനമാണ്, ലക്നൗ സമ്മേളനം. മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഇത് പലയിടത്തും കാണാറില്ല, പക്ഷെ അത് 1-2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കൊണ്ട് തെറ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ലക്നൗ സമ്മേളനം. അങ്ങനെ ഒരു 1916 ലക്നൗ സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചില സമ്മേളനങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പഠിച്ചു പോകുമ്പോൾ മനസ്സിലാവും. അത് ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോ INC സമ്മേളനം എവിടെ വെച്ച് നടന്നു? ലക്നൌവിൽ വെച്ച് നടന്നു. ഏത് വർഷം? 1916. അദ്ദേഹം ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സത്യാഗ്രഹം 1917 ഏപ്രിൽ 15. 1917 ഏപ്രിൽ 15. 1917 ഏപ്രിൽ 15. വർഷം ഓർത്തിരിക്കാമല്ലോ. 1917 ഓർത്തിരിക്കാമോ? ഡേറ്റ് ഓർക്കാം, എളുപ്പമുണ്ട്. വിഷുവിന്റെ അന്ന് നമ്മൾ ഓർമ്മിച്ചത് ഏപ്രിൽ 15. രാവിലെ ഗാന്ധിജി കണിയൊക്കെ കണ്ട് വിഷു കണിയും കണ്ടിട്ട് ഇരുന്നപ്പാണ് ചമ്പാരൻ സത്യാഗ്രഹം നടത്തണം എന്ന് വിചാരിച്ചു. ചമ്പാരൻ സത്യാഗ്രഹം എന്തിനു വേണ്ടി നടത്തി അറിയാമോ? ആർക്കെങ്കിലും അറിയാമെന്നുള്ളവർ പറഞ്ഞോ. ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹം? ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരെ ഈ നീലം തോട്ട ഉടമകളായ ബ്രിട്ടീഷുകാര് ചൂഷണം ചെയ്യുന്നതിനെതിരെ നടത്തിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ആ സത്യാഗ്രഹം വിജയിച്ചു. കാരണം ആ സത്യാഗ്രഹത്തിന് മുന്നിൽ അവര് വെള്ളക്കാരെന്ത് ചെയ്തു? അവർക്ക് ഈ തീരുമാനം അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് കർഷകർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം, ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1917 ഏപ്രിൽ 15. 1917 ഏപ്രിൽ 15. 1917 ഏപ്രിൽ 15. ഓർക്കാലോ. 1917 മേയർ ഒരാള് ജനിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. ആരെന്നറിയാമോ? ഗാന്ധിജിയായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ മേയറായിട്ട് ബന്ധമുണ്ട്. ഇന്ദിരാഗാന്ധി. 1917 ഡേറ്റ് ഓഫ് ബർത്ത്, ദിവസം നവംബർ 19. നവംബർ 19 മറ്റൊരാളും കൂടെ ജനിച്ചിട്ടുണ്ട്. വർഷം അതല്ല. റാണി ലക്ഷ്മിബായി ജനിച്ചതും നവംബർ 19. രണ്ടും കൂടെ കണക്ട് ചെയ്ത് പഠിച്ചുകൊണ്ടാണ്. റാണി ലക്ഷ്മിബായി ജനിച്ചതും നവംബർ 19. ഇത് ഇന്ദിരാഗാന്ധി ജനിച്ചത് നവംബർ 19. 1917 ഇന്ദിരാഗാന്ധി ജനിക്കുന്നത്. അപ്പൊ ഏപ്രിൽ 15 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. വർഷം 1917. 1917 കണക്ട് ചെയ്ത് പഠിക്കുക. 15 അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. 16 അദ്ദേഹം കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു.
കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് 17 വിഷു കളിയൊക്കെ കണ്ടിട്ടിരിക്കുമ്പോഴാണ് ബീഹാറിലെ വിഷു അറിയണത്. നേരെ എന്ത് ചെയ്തു, അങ്ങോട്ട് പോയി സമരം. മനസ്സിലായോ? സത്യാഗ്രഹം നടത്തിയത്. അപ്പൊ ഏപ്രിൽ 15 ചമ്പാരൻ സത്യ, രണ്ട് രീതിയിൽ ചിന്തിക്കാം. വിഷു കളി കണ്ടിട്ട് പോയെന്ന് ചിന്തിക്കാം. തലേ ദിവസം ഏപ്രിൽ 14 ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. ആരുടെ ബർത്ത്ഡേ? ഏപ്രിൽ 14 ആരുടെ ബർത്ത്ഡേ ഡേ? അംബേദ്കർ. അംബേദ്കറിന്റെ ബർത്ത്ഡേ പാർട്ടി. എനിക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് നിന്നപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞത് അവിടെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിട്ട്, ഇതൊന്നും അല്ല കേട്ടോ, ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ദേവി ചെയ്ത് ആരും എന്നെ ഒന്ന് അടിക്കരുത്. ഗാന്ധിജി ഇങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഗാന്ധിയന്മാരൊന്നും പോയി പറഞ്ഞു കളയരുത്. ഇത് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പൊട്ട കഥകൾ ഉണ്ടാക്കുക. പക്ഷെ പൊട്ട കഥകളാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടണം. ഏപ്രിൽ 15 അദ്ദേഹം, ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മിക്കുമല്ലോ, വിഷുവിന്റെ അന്ന് രാവിലെ ആലോചിച്ചപ്പോഴാണ് സത്യാഗ്രഹത്തിന് പോയത്. അപ്പം ഏപ്രിൽ 15 സ്ഥിരമായിട്ട് വിഷു വരുന്നത് ഏപ്രിൽ 15. ഏപ്രിൽ 15 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. 1917 ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. SCRTയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും ഇതാണ്. ഈ സംഭവം SCRTയായിട്ട് ബന്ധപ്പെട്ട 10ാം ക്ലാസ്സുകാർക്ക് ഈ പോർഷൻ വരുന്നുണ്ട്. SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ സാധനം വരുന്നുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം SCRT ബന്ധപ്പെട്ട് ഉള്ള ക്വസ്റ്റ്യനകത്തും ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹം വരും. 1917 ഏപ്രിൽ 15 ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ചമ്പാരൻ സത്യാഗ്രഹം ആർക്ക് വേണ്ടി നടത്തി? ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തിയത്? നീലം കർഷകർക്ക് വേണ്ടി. എവിടെയാണ്? ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ട്. നീലം കർഷകരെ അവിടെയുള്ള ഉടമകളെല്ലാം ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ഉടമകളായ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെതിരെയാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹം സമരം നടത്തിയ, സത്യാഗ്രഹം നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടുത്തെ സത്യാഗ്രഹം കഴിഞ്ഞ് അവിടെ എല്ലാം തീരുമാനമാക്കി ഓക്കെ ആയി. ബ്രിട്ടീഷുകാർക്ക് നിർബന്ധിതരാവേണ്ടി വന്നു. അതായത് എന്താണ്, കർഷകർക്ക് ആശ്വാസകരമായ, അവർക്കൊരു ആശ്വാസകര തീരുമാനം എടുക്കേണ്ടി വന്നു ബ്രിട്ടീഷുകാർ. വേറെ ഒരു മാർഗമില്ലാതായി. അതവിടെ കഴിഞ്ഞു. അത് ആ സത്യാഗ്രഹം അവസാനിച്ചു. തൊട്ടടുത്ത വർഷം ആലോചിക്കുക, 1918. അപ്പൊ 15 16 17 18. അപ്പൊ നമ്മുടെ ഗാന്ധി യുഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 17 മുതലാണ്. കാരണം അദ്ദേഹം അന്ന് മുതലാണ് സമരങ്ങളിലേക്ക് തിരിഞ്ഞത്. ഇന്ത്യയിലെ സമരങ്ങളിലേക്ക് തിരിഞ്ഞത് 17 മുതലാണ്. അപ്പൊ നമുക്ക് പറയാവുന്നത് 17 മുതൽ 47 വരെയാണ്. 1917 മുതൽ 47 വരെ എന്ന് പറയാം. അപ്പൊ 1917 ഏപ്രിൽ 15 ചമ്പാരൻ സത്യാഗ്രഹം. 1918 എന്ത് സംഭവിക്കുന്നത്? അത് വർഷം മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരമെന്നോ അഹമ്മദാബാദ് സമരമെന്നോ ആയിരിക്കും ചോദിക്കുന്നത്. ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം, ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഇന്ത്യയിലെ ചമ്പാരൻ, സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യയിലെന്ന് ചോദിച്ചാ അതാണ് നമ്മുടെ കുഴപ്പം. ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ. അതല്ല, ഈ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്വാൾ അല്ലെ? ട്രാൻസ്വാളിൽ വെച്ചിരുന്നത് 1906. എന്നാൽ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം 1917. ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? 1917. ആണല്ലോ. 1918 നടന്ന ഒരു സംഭവമാണ് എന്തോന്ന്? 1918 നടന്ന സംഭവമാണ് എന്തോന്ന്? അഹമ്മദാബാദ് തുണിമിൽ സമരവും സമരവും രണ്ടും ഒരു വർഷം തന്നെയാണ് നടന്നത്. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം എന്തിനായിരുന്നു? ഈ അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നത് ഈ പ്ലേഗ് വരുന്ന സമയത്ത്, പ്ലേഗ് പോണ സമയത്ത് ഇവരുടെ സാലറിയുടെ 80% തൊഴിലാളികൾക്ക് ബ്രിട്ടീഷുകാർക്കും അല്ലെങ്കിൽ ഓണർ കൊടുത്തിരുന്നു. അതായത് പ്ലേഗിന്റെ സാഹചര്യം വെച്ച് തൊഴിലാളികൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബോണസ് പോലെ 80% കൊടുത്തു. അവസാനം പ്ലേഗ് ഒക്കെ മാറിയതിനു ശേഷം 80% കൊടുത്തിരുന്ന ബോണസ് പിൻവലിക്കുകയും ചെയ്തു. പിൻവലിച്ചതല്ലായിരുന്നു പ്രശ്നം. ഇവരൊരു 35% അവർക്ക് കൊടുത്തിരുന്ന സാലറിയുടെ 35% വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം പറഞ്ഞിരുന്നു. അത് നടന്നില്ല. അതിനാണ് ഗാന്ധിജി ഇടപെട്ട് എന്ത് ചെയ്തത്? സമരം നടത്തിയത്. ആ സമരത്തിന്റെ പേരാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. എന്താണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം. ഏത് വർഷം? 1918. ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. നിരാഹാരം കിടക്കുന്ന ആദ്യത്തെ ഇന്ത്യയിൽ തന്നെയാണ്. ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം. ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന് വെച്ചാൽ അഹമ്മദാബാദ്
തുണികൾ സമരം. അതേ വർഷത്തിൽ തന്നെ ഏത് സത്യാഗ്രഹവും നടന്നു? ഖേദ സമരം. ഖേദ സമരം എന്തായിരുന്നു പ്രത്യേകത? എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്? കാർഷിക നികുതി. യെസ്, കൃഷി ചെയ്യുന്നതിന് ഈ പ്രകൃതിക്ഷോഭത്തിൽ ഒരുപാട് അവർക്ക് കൃഷിവിളകളൊക്കെ നശിച്ചു. പ്രകൃതിക്ഷോഭമൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് കൃഷിവിളകൾ നശിപ്പിച്ചപ്പോ ഈ ഒരു നികുതി അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നികുതി ഈ ഇളവ് ഒന്നും കൊടുക്കാതെ ഈ സമയത്ത് ഇവർ അടക്കേണ്ടിരുന്നു കർഷകർ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഇതിനെ ഒരു പ്രതിഷേധിച്ചുകൊണ്ട് സമരം നടത്തി. അതിനെയാണ് ഖേദ സമരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ വർഷം ഏതായിരുന്നു? 1918. അത് പറയുന്നില്ല. റൗലറ്റ് ആക്ട് പറയാറായിട്ടില്ല. കാരണം റൗലറ്റ് ആക്ട് കുറെ നമുക്ക് പഠിക്കാനുണ്ട്. റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട സത്യാഗ്രഹവും റൗലറ്റ് ആക്ടും എല്ലാം പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയം പഠിക്കാനുണ്ട്. അപ്പൊ അതുപോലെ നിൽക്കട്ടെ. ആദ്യത്തത് മുതൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നുകൂടെ പറയാം. ദക്ഷിണാഫ്രിക്കയിലേക്ക് ദാദാ അബ്ദുള്ള കമ്പനിക്ക് വേണ്ടി അദ്ദേഹം എവിടേക്ക് പോയത്? ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം 1893. ശരി, അതാണ് നല്ലത്. ഇനി പറഞ്ഞോ. അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ട സ്റ്റേഷന്റെ പേര്, റെയിൽവേ സ്റ്റേഷന്റെ പേര്? പീറ്റർ മാരിസ് ബർഗ്. പീറ്റർ മാരിസ് 1900 എന്താണ് സംഭവിച്ചത്? 1900 സമ്മേളനത്തിൽ കൊൽക്കത്തയിൽ വെച്ച് നടത്താൻ വേണ്ടി അദ്ദേഹം എവിടേക്ക് വന്നു? ഇന്ത്യയിലേക്ക് വന്നു. അടുത്തത് 1904 എന്താ സംഭവിച്ചത്? ഇവിടെ ഇന്ത്യയിലാണ്. ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം അദ്ദേഹം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1899. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ഇനി എന്റെ ചോദ്യം, ഈ ബുവർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് ആംബുലൻസ് വിഭാഗം ആരംഭിച്ചു. അതിന് ബ്രിട്ടീഷുകാരൊരു സംഭവം കൊടുത്തു. എന്താ അതിന്റെ പേര്? കൈസറി ഹിന്ദ് എന്ന പദവി കൊടുത്ത് ഏത് വർഷമായിരുന്നു ഞാൻ പറഞ്ഞത്? 1915. 1915. നേരത്തെ പറഞ്ഞ ആലോചിച്ചാൽ ബ്രിട്ടീഷുകാര് ഗാന്ധിജിക്ക് കൈസറി ഹിന്ദ് പുരസ്കാരം കൊടുത്തത് ഏത് വർഷമാണെന്ന് വിട്ടു കഴിഞ്ഞാൽ 1915. അത് വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നതെന്ന് ഓർത്താൽ മതി. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇതും വാങ്ങിച്ചുകൊണ്ടാണെന്ന് അങ്ങ് ഓർത്തിരുന്നാൽ മതി. 1915. അടുത്തത് എന്തിനെതിരെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത്? എന്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹം? ഏഷ്യാറ്റിക് ഓർഡിനൻസ്. ദക്ഷിണാഫ്രിക്കയില്. ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷം നടന്നു? 1917. ഏതാ സമരം ഏത് വർഷം നടന്നു? 1918. എന്തായിരുന്നു? സത്യാഗ്രഹം. പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9. പ്രവാസി ഭാരതീയ ദിവസ് ഏത് ദിവസമാണ്? ജനുവരി. ഏത് വർഷം മുതലാണ് പ്രവാസി ഭാരതീയ ദിവസ്? 2003 മുതലാണ് പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയുന്ന ദിവസം ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആരാണെന്ന് അറിയാലല്ലേ? 2003 AB വാജ്പേയി ആയിരുന്നു. വാജ്പേയി 2004 വരെ അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി. 2003 മുതലാണിത് ആരംഭിക്കുന്നത്. ശരി, അത് കഴിഞ്ഞ് 1915 അദ്ദേഹം ആശ്രമം എവിടെ ആരംഭിച്ചു? അഹമ്മദാബാദിൽ ആരംഭിച്ചു. അതിനുശേഷം അദ്ദേഹം സമൂഹത്തിലേക്ക് മാറ്റിയത് 1917 ആരംഭിച്ചു. ഇനി 1916 നടന്ന കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചായിരുന്നു നടന്നത്? മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് പങ്കെടുത്ത സമ്മേളനം. മുസ്ലിം ലീഗ് പങ്കെടുത്ത സമ്മേളനം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. മറക്കത്തില്ലല്ലോ? ഇല്ല, മറക്കുന്നില്ല സാർ. മറന്ന ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഇടി കിട്ടും.
എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇടി കിട്ടാതെ രക്ഷപ്പെടും. അത് നിങ്ങൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ എത്ര മണിയുടെ ക്ലാസ് പറഞ്ഞിരിക്കുന്നത്? 10. ശരി. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. എഴുതി വെക്കുന്നവർ എഴുതി വെക്കുക. നിങ്ങളുടെ നോട്ട് ഞാൻ സാറോട് സംസാരിച്ചിട്ട് നോട്ട് ഞാൻ മിക്കവാറും അയച്ചു തരും, സാറിന് അയച്ചു കൊടുക്കും. അത് നിങ്ങൾക്ക് അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിട്ട് നമുക്കിപ്പോൾ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യവും ആ ഡേറ്റ് തന്നെ നമുക്കിപ്പോൾ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും ആ ദിവസം ഓർമ്മിച്ചിരിക്കാനുള്ള കോഡ് ഉൾപ്പെടെയുള്ള നോട്ട് ഞാൻ സാറിന് അയച്ചു കൊടുക്കാം. അത് സാറിന് അപ്പൊ നാളെ ആയിരിക്കും, ചിലപ്പോൾ 2 ദിവസത്തിനകത്ത് ഞാൻ അയച്ചു കൊടുക്കും. അതുകൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക. മാക്സിമം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോരാ. കാരണം സ്വാതന്ത്ര്യ സമരം കുറെ ഉണ്ട്. 47 വരെ നമുക്ക് പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നന്നായിട്ട് ഒന്ന് വർക്ക് ചെയ്യുക. ഇത് എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായോ? എല്ലാവരും ഒന്ന് കൈ പൊക്കിയാൽ കൊള്ളാമായിരുന്നു. എല്ലാവരുടെയും പ്രതികരണം എനിക്കറിയാം. സാർ, ഓപ്പൺ ഏഷ്യാറ്റിക് ഓർഡിനൻസ് എന്താണെന്ന് ഒന്നുകൂടി പറയോ? ഏഷ്യാറ്റിക് ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക ആ സമയത്ത് അറിയാലോ, വെള്ളക്കാരുടെ അധീനതയിലായിരുന്നു. വെള്ളക്കാർ അവിടെ നിയമം ഉണ്ടാക്കി ഏഷ്യൻ കോണ്ടിനെന്റ്, ഏഷ്യക്കാരായ പ്രത്യേകിച്ച് പുരുഷന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുരുഷന്മാരായ മെയിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരെ അവിടെ ഒരു രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് ആരംഭിക്കണം. അതായത് പ്രത്യേകം അവിടെ താമസിക്കണമെങ്കിൽ ഒരാളുടെ ജോലി ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കണം. അതിന് ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഫിംഗർ പ്രിന്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ ബയോമെട്രിക് സംഭവമൊന്നുമല്ല, കൈവിരൽ പതിപ്പിക്കുന്ന രീതിയാണ്. നമ്മൾ ഒപ്പിന് പകരം പതിപ്പിക്കാറുണ്ടല്ലോ, അറിയാലോ. ആ ഒരു സിസ്റ്റം കൊണ്ടത് ഒരു പുതിയൊരു രജിസ്ട്രേഷൻ അവിടെ ആരംഭിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പൊ പല ആൾക്കാർക്കും അതല്ലെങ്കിൽ ആ ഒരു ഏഷ്യൻ കോണ്ടിനെന്റിന് മാത്രമായിട്ടൊരു മാറ്റം കൊണ്ടുവന്നു. ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ ആ രാജ്യത്തെ എല്ലാവർക്കും കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാതായപ്പോ ഒരു വേർതിരിവ് വന്നു എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ സത്യാഗ്രഹം അവിടെ ഇരിക്കാൻ തുടങ്ങി. അദ്ദേഹം അവിടെ ട്രാൻസ്ഫോർഡ് ഈ സത്യാഗ്രഹം ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു നിയമം. ആ നിയമത്തിനെതിരെ അദ്ദേഹം നടത്തിയ സത്യാഗ്രഹം. മനസ്സിലായോ? ചമ്പാരൻ സത്യാഗ്രഹം, ചമ്പാരൻ എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞു, ഖേദ എന്താണെന്ന് പറഞ്ഞു, അഹമ്മദാബാദ് ബിൽ സമരത്തിനുള്ള കാരണം എന്താണെന്നുള്ളത് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി സർ. മനസ്സിലായി സാർ. അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ ഉണ്ടെന്ന് തോന്നുന്നു എന്റെ ക്ലാസ്. നാളെ കാണാം. നാളെ വരുമ്പോ വെറുതെ വരരുത്. ഈ സാധനമൊക്കെ ഞാൻ ഓരോരുത്തരുടെ പേര് വെച്ച് മീര എന്ന് വിളിക്കുമ്പോൾ മീര ആൻസർ പറയണം, സജിത എന്ന് വിളിക്കുമ്പോൾ സജിത ആൻസർ പറയണം. അതനുസരിച്ചിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാൻ. ഞാൻ ചോദിക്കുമ്പോൾ ആൻസർ കിട്ടണം. ഓക്കെ ആണല്ലോ? ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.